എന്തിനും നിരാശ തോന്നുന്നവർ ഈ കഥയൊന്ന് കേൾക്കൂ. ഒരു യുവാവ് വളരെയധികം നിരാശയോടെയും ദുഃഖത്തോടെയും പുഴക്കരയിലെ ഒരു സന്യാസിയുടെ അടുത്തെത്തി. ശേഷം താൻ അന്നുവരെ അനുഭവിച്ചു പോന്നിരുന്ന ജീവിത ദുഃഖങ്ങൾ, കഷ്ടപ്പാടുകൾ, അവഗണനകൾ, പ്രാരാബ്ദങ്ങൾ ഇവയെക്കുറിച്ചെല്ലാം ഒന്നൊന്നായി വിവരിക്കാൻ തുടങ്ങി. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ദുരനുഭവങ്ങൾ ഒട്ടനവധിയായി. ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയെന്ന് മാത്രമേ ഇപ്പോൾ ആഗ്രഹമുള്ളൂ. പ്രതീക്ഷ വയ്ക്കാൻ ഉതകുന്ന ഒന്നും തന്നെ ഇനി ജീവിതത്തിൽ ബാക്കിയില്ല. ഇത്തരത്തിലായിരുന്നു അയാളുടെ മാനസികാവസ്ഥ. സെൻഗുരു മറുപടിയായി പറഞ്ഞത് ഇത്രമാത്രം: ആ നിൽക്കുന്ന അലക്കുകാരൻ്റെ കഴുതയെ നോക്കൂ. ഒരു ദിവസം മുഴുവൻ അതിനെ നിരീക്ഷിക്കുക. ശേഷം മടങ്ങി വരുമ്പോൾ ഉത്തമമായ പ്രശ്നപരിഹാരം ഞാൻ നിർദ്ദേശിക്കാം. അത് ശരിവച്ച യുവാവ് അടുത്ത ദിവസം പ്രഭാതം മുതൽ പ്രദോഷം വരെ ആ കഴുതയെ അനുഗമിച്ചു. അതിൻ്റെ രീതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു. പക്ഷേ സർവ്വസാധാരണം എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും തന്നെ അയാൾക്ക് അനുഭവവേദ്യമായില്ല. അടുത്ത ദിനം സെൻഗുരുവിൻ്റെ അടുക്കൽ മടങ്ങിയെത്തിയതും അയാൾ ഇത്രമാത്രം പറഞ്ഞു: ഗുരു, അലക്കുകാരൻ്റെ അടിമയെപ്പോലെ ദിവസം മുഴുവൻ ഫാണ്ഡവുമേന്തി അലയുന്ന മണ്ടനായ ആ കഴുതയിൽ എടുത്തു പറയാൻ തക്കതായ ഒരു മേന്മയും ഞാൻ കണ്ടില്ല. സമയം വെറുതെ നഷ്ടമായതു മിച്ചമെന്നേ പറയാനുള്ളൂ. വീണ്ടും നിരാശ മാത്രമാണ് ബാക്കി. അതെന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, ദയവായി എനിക്കുള്ള പ്രശ്നപരിഹാരം മാത്രം ഒന്ന് ഉപദേശിച്ചു തന്നാലും. ഗുരു ഒന്ന് മന്ദഹസിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു: സുഹൃത്തെ, താങ്കൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല മാർഗനിർദ്ദേശം ആ കഴുത തന്നെ പകർന്നു നൽകി കഴിഞ്ഞു. അതിൽ കൂടുതലായൊന്നും എനിക്ക് പറഞ്ഞു തരാനില്ല. യുവാവ് ഒന്ന് അന്താളിച്ചു. അത് മനസ്സിലാക്കിയ ഗുരു ഇപ്രകാരം തുടർന്നു: താങ്കൾ തീർച്ചയായും കണ്ടു കാണണം. അതിരാവിലെ തന്നെ ആ കഴുത ഉറക്കമുണരുന്നു. യജമാനൻ നൽകുന്ന ആഹാരം എന്തോ അത് കഴിക്കുന്നു. ശേഷം ചുമലിൽ വെച്ചു കെട്ടുന്ന തന്നേക്കാൾ ഭാരമുള്ള വിഴുപ്പുകെട്ട് മുഴുവൻ ഒരു മടിയും കൂടാതെ നദിയോരം വരെ ചുമക്കുന്നു. അയാൾ തുണി അലക്കുന്ന നേരം അത്രയും കരയിൽ വിശ്രമിക്കുന്നു. ശേഷം നനച്ചുണക്കിയ അതേ തുണികളുമായി തന്നെ മടക്കയാത്ര ചെയ്യുന്നു. വീട്ടിലെത്തി ചുമടിറക്കുന്നു. ശരിയാണോ? അതേ എന്ന് യുവാവ്. അതായത് വീട് വിട്ടിറങ്ങുമ്പോൾ താൻ വഹിച്ച മുഷിഞ്ഞ തുണികളുടെ ഭാരവും അലക്കു കഴിഞ്ഞു ചുമക്കുന്ന നല്ല തുണികളുടെ ഭാരവും കഴുത ഒരേ മനോഭാവത്തോടെ മാത്രം മുതുകിൽ ചുമക്കുന്നു. വൃത്തിയും വൃത്തിഹീനതയും അതിൻ്റെ ചിന്തയിൽ വരുന്നതേയില്ല. പ്രത്യേക സന്തോഷമോ സന്താപമോ രണ്ട് ഘട്ടത്തിലും അതിനെ ബാധിക്കുന്നതുമില്ല. രണ്ടിനോടും ഒരേ വികാരം. സ്വന്തം കർമ്മമായ ചുമടെടുക്കുക എന്നതിൽ കവിഞ്ഞ് ഒരു ചിന്തയും അതിനെ അലട്ടുന്നുമില്ല. ഒരു മനുഷ്യൻ്റെ കർമ്മഗതിയും അതുപോലെ ആയിരിക്കണം. ചെയ്യുന്ന പ്രവൃത്തികളുടെ സ്വഭാവം അനുകൂലമോ പ്രതികൂലമോ എന്തു തന്നെ ആയാലും മനസ്സിനെ അവ ആഴത്തിൽ ഉലയ്ക്കാതിരിക്കണം. സുഖവും ദുഃഖവുമെല്ലാം താൽക്കാലികമായി ചുമക്കേണ്ടി വരുന്ന വെറും പാണ്ടക്കെട്ടുകൾ മാത്രമാണെന്ന് ചിന്തിക്കാൻ കഴിയണം. അത്രമാത്രമേ പ്രതിവിധിയുള്ളൂ. യുവാവിൻ്റെ മുഖം പ്രസന്നമായി. മനസ്സിൽ പ്രതീക്ഷകൾ നാമ്പിട്ടു. ഗുരുവിനോട് ഒരു പ്രണാമം മാത്രം പറഞ്ഞ ശേഷം മടക്കയാത്രയായി. ഗുണപാഠം എന്തെന്നാൽ, പ്രവൃത്തികൾ ചെയ്യുന്നതിന് മുൻപ് അവയെ അതിൻ്റെ സ്വഭാവത്തെ അപ്രകാരം തന്നെ അംഗീകരിക്കുക. കർമ്മം ചെയ്യുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. സാഹചര്യങ്ങൾ എപ്പോഴും അനുകൂലമായെന്ന് വരില്ല. അതുകൊണ്ട് അവയിലൂടെയെല്ലാം കടന്നു പോവുക.